ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പാളുകയാണ് എന്ന് വിവിധ ആശുപത്രികളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് ബോധ്യമായിരിക്കുന്നു. എല്ലാ മെഡിക്കൽ കോളേജിലും കുഴപ്പമാണ്. സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. ഇന്നിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ, മോളിൽ നിന്ന് പരിക്കേറ്റ് വീണ ഒരാൾക്ക് 88,000 രൂപ പാവപ്പെട്ട കുടുംബം കൊടുക്കേണ്ടി വന്നു. അങ്ങോട്ട് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം, ഇല്ലെങ്കിൽ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചു കൊണ്ടുപോകണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ എല്ലാ ആശുപത്രിയിലും എത്തിച്ചിരിക്കുന്നത്. മന്ത്രി അതിന് പറഞ്ഞ ന്യായീകരണം എന്താ? സ്വകാര്യ ആശുപത്രിയിൽ സാധനം വാങ്ങിക്കുന്ന വേഗത്തിൽ മേടിക്കാൻ പാടില്ലെന്ന്. ഇത് തുടങ്ങിയിട്ട് 2-3 കൊല്ലമായി. ഇതെങ്ങനെയാണ്? ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻറ്റൻറ്റ് കൊടുക്കുകയാണ് ഓരോ ആശുപത്രിയിൽ നിന്നും. ആ ഇൻറ്റൻറ്റ് കളക്ട് ചെയ്തിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിക്കുന്നത്. ആ ടെൻഡർ ഈ സാധനം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാണ്. ഓരോ സാധനങ്ങളും ഇല്ലെങ്കിൽ അതാത് സമയത്ത് അവർ സപ്ലൈ ചെയ്യാണ്. ഓരോ മാസത്തിന് മുമ്പ് സപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. ഇതിനെന്താ സംവിധാനം? അതിനാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത്. ഇതെല്ലാം ഭംഗിയായി കേരളത്തിൽ നടന്നുപോയിരുന്നു. അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ആവശ്യമായ പണം കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തിന് യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയില്ല, ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് വികസന വിരുദ്ധരാണെന്താണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന സത്യം അത് യാഥാർത്ഥ്യമാണ്.